അത് ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ മനോഹരമായി സംസാരിച്ചു എന്ന് മിസ്റ്റർ നമ്പ്യാർക്ക് തോന്നുന്നുണ്ടാവും. വള്ളി നിക്കറും സ്ലേറ്റുമായി നടക്കുന്ന കാലത്ത് പഴയ കോട്ട മൈതാനത്തിന്റെ മൈക്കിന്റെ ചുവട്ടിൽ ഞാൻ മണിക്കൂറുകളോളം കേട്ടു നിന്നിട്ടുണ്ട് നിങ്ങളുടെ വെർബൽ ഡയറിയ, വാക്കുകളുടെ അജീർണം. അന്നത് കേട്ട് ഞാൻ ആവേശം കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത് കേൾക്കുമ്പോൾ ഐ എം ഇൻ ദ ലീസ്റ്റ് ബിറ്റ് എൻചാൻറ്റഡ്. I feel like vomiting. I feel like vomiting on your face. Oh my God! കഴിഞ്ഞ പടത്തിന്റെ ഡയലോഗ് വെച്ച് ഇപ്പോഴും ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അർജുനോട് അടുത്തത്, ജീവിതത്തിൽ ഒരു തീപ്പൊരി മാറിയ സിറ്റുവേഷൻ എപ്പോഴാണ് ഉണ്ടായത്? തീപ്പൊരി പാറിയത് രോമാഞ്ചം റിലീസിന് ശേഷം. മറ്റേ ഷിയാൻ വിക്രം അവര് കണ്ടിട്ടില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അവര് പടത്തിന്റെ പാക്കപ്പിന് ഈ ആക്ഷൻ എല്ലാവരും ചെയ്തിട്ട്, അപ്പൊ അതും പിന്നെ മറ്റേ IPL എല്ലാവരും, അതൊരു ഭാഗ്യം, ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. പിന്നെ ഇവിടെ കിടക്കണ ഞാൻ അഭിനയിച്ചൊരു ക്യാരക്ടർ അവരത് പാക്കപ്പിനൊക്കെ. പിന്നെ രോമാഞ്ചത്തിൽ ഒരു ആക്ഷൻ ഇട്ട പോലെ ഈ തീപ്പൊരി പിന്നിൽ ഒരു ആക്ഷൻ ഉണ്ട്. അതെ, അതിൽ കുറച്ച് കൈയും കൂടെ ഉണ്ട്. അത് ജോജി ചേട്ടന്റെ ഒരു പുള്ളി എപ്പോഴും അങ്ങനെയാണ്. ഇതിന്റെ ഡയറക്ടർ ജോജി എന്ന് തന്നെ, പുള്ളി സംസാരിക്കുമ്പോഴും പുള്ളിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു മൊമെന്റ് ഒക്കെയാണ് പുള്ളി ഒരു സാധനം ഒക്കെ ഇടും. അപ്പൊ അങ്ങനെ അവര് പറഞ്ഞൊരു സാധനം പിന്നെ ഞാൻ ചോദിച്ചു അത് ഇടക്ക് പിടിക്കട്ടെ എന്ന്. പിടിച്ചോളാം. ജഗദീഷേട്ടൻ ജീവിതത്തിൽ നടത്തിയ ഒരു തീക്കളി പറയാമോ? തീക്കളി ജീവിതത്തിൽ ഇതുവരെ മറക്കാൻ പറ്റാത്ത ആ തീക്കളി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എത്ര ദിവസം ഉറങ്ങാതിരുന്നു? ഒരുപാട് ദിവസം ഉറങ്ങാതിരുന്നു, ഒരുപാട് ദിവസം കഠിനാധ്വാനം ചെയ്തു. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് റെഡിയായി 5:30-6 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്. ഓരോ വീടുകളിലും അതിന്റെ വാഹനജാഥയും കാര്യങ്ങളും ഒക്കെ. ഇന്നത് ആലോചിക്കുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ആലോചിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ, ഹൊറിഫൈങ്. ഇനി ഒരു ഇലക്ഷനോട് മത്സരിക്കില്ലേ? ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചു, പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. രാഷ്ട്രീയം എനിക്ക് പറ്റിയതല്ല, എനിക്ക് അതിനുള്ള കഴിവില്ല. രാഷ്ട്രീയം മോശമായിട്ടല്ല, ഞാൻ അതിനെ പറ്റിയ ആളല്ലാത്തതുകൊണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? രാഷ്ട്രീയത്തില് ഇറങ്ങി വിജയിച്ചവരാണ്. ഇന്നസെന്റേട്ടൻ 2ാമത്തെ പ്രാവശ്യം പരാജയപ്പെട്ടു, എന്നാൽ പോലും ഒരിക്കലെങ്കിലും വിജയിച്ചല്ലോ. ഞാൻ ഒരു പ്രാവശ്യം നിന്നിട്ട് പരാജയപ്പെട്ട ആളല്ലേ. അർജുൻ എനിക്ക് എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഉദ്ദേശമുണ്ടോ? ബുദ്ധിയുണ്ടേ വരില്ല. ചിന്തിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. നമുക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് പറ്റിയ പണിയല്ലാന്ന് എനിക്ക് അറിയാം നല്ല രീതിക്ക്. മമ്മൂക്ക മോഹൻലാലിനെയൊക്കെ കണ്ടുപിടിക്കുക. മമ്മൂക്ക കണ്ടിട്ടില്ലേ തെരഞ്ഞെടുപ്പിന് 3 സ്ഥാനാർത്ഥികൾ 3 പാർട്ടിയുടെ BJPയുടെ ആള് വരുമ്പോഴും നമ്മുടെ ആളാണ്, ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. അടുത്ത് കോൺഗ്രസ് ഓൾ ദി ബെസ്റ്റ്. അടുത്ത് CPMന്റെ ഓൾ ദി ബെസ്റ്റ്. 3 കാൻഡിഡേറ്റ്സും വെളിയിൽ ഇറങ്ങിയിട്ട് പറയും മമ്മൂക്ക അടുത്ത്. മമ്മൂക്ക എല്ലാ ഓൾ ദി ബെസ്റ്റും പറഞ്ഞിട്ടുണ്ട്. പുള്ളി നൈസ് മാൻ. 3 കാൻഡിഡേറ്റ്സും പറയും. പുള്ളി എല്ലാ ഉമ്മൻചാണ്ടി സാറിന്റെ മീറ്റിംഗിൽ പോകും, VD സതീശന്റെ മീറ്റിംഗിൽ പോകും.